നരേന്ദ്രമോദി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ വേദിയിലാണ് നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നത്. ആദ്യം കോന്നിയിൽ, അതിനുശേഷം കന്യാകുമാരിയിലേക്ക് പോയി തിരിച്ച് അദ്ദേഹം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തുകയായിരുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, തെങ്ങി നിറഞ്ഞൊരു ജനക്കൂട്ടം. അലക്സ്, ഇവിടെ ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നരേന്ദ്രമോദിയെ വരവേൽക്കാനും നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാനുമായി എത്തിയിട്ടുണ്ട്. കാര്യവട്ടം സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞിരിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 2 മണിയോട് കൂടി തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ, രാജ്യത്ത് BJPയുടെ ഏറ്റവും വലിയ മൂല്യമുള്ള താരപ്രചാരകരെ സ്വീകരിക്കാൻ അക്ഷരാർത്ഥത്തിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുങ്ങിയിരുന്നു. ഏതാണ്ട് കൂടി തന്നെ ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ഈ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിയാർത്തിയെത്തു. അല്പം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് കന്യാകുമാരിയിലെ പ്രചരണ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 14 സ്ഥാനാർത്ഥികളും NDAയുടെ 14 സ്ഥാനാർത്ഥികളും വേദിയിലെത്തിയിട്ടുണ്ട്. മാത്രമല്ല BJPയുടെ ദേശീയ നേതാക്കൾ, BJP കേന്ദ്രമന്ത്രി ജോഷി, അതുപോലെ CP രാധാകൃഷ്ണൻ തുടങ്ങി BJPയുടെ സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം വേദിയിലുണ്ട്. വലിയ ആവേശമാണ് പ്രവർത്തകർക്കുണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് 2ാം തവണയാണ് എത്തുന്നത്. ഇത് അദ്ദേഹത്തിന്റെ 2ാം തവണയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന്റെ അവസാന വട്ടവുമാണ് മോദി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത് അല്ലെങ്കിൽ NDAക്ക് ഇത് കൊട്ടിക്കലാശത്തിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. മാത്രമല്ല, മറ്റ് മുന്നണികളെ LDFിനെയും UDFിനെയും തങ്ങളുടെ സംഘബലം കാണിക്കുന്നതിനുള്ള തങ്ങളുടെ രാഷ്ട്രീയ ഒരു വേദിയായി കൂടി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ BJP മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധിയായ ആളുകൾ, അത് പ്രായമായവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്, പ്രായഭേദമന്യ ജനങ്ങൾ നരേന്ദ്രമോദിയെ കേൾക്കാനായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക്, കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ അദ്ദേഹം കോന്നിയിൽ സംസാരിച്ചിരുന്നു. ശബരിമല, അതുപോലെ സംസ്ഥാനത്തെ മറ്റു വിഷയങ്ങളൊക്കെ ഉയർത്തിയായിരുന്നു അദ്ദേഹം LDFിനെയും UDFിനെയും കടന്നാക്രമിച്ചത്. സ്വാഭാവികമായി അല്പം കൂടി കടുത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു സംസാരം, ഒരു പ്രതികരണം, ഒരു പ്രസംഗം അത് BJP പ്രവർത്തകരും NDA പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ രീതിയിൽ, വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. ഏതാണ്ട് മണിക്കൂറുകളോളം ആണ് അദ്ദേഹത്തിന് വേണ്ടി, നരേന്ദ്രമോദിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുള്ളത്. അല്പം മുമ്പാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇനി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് വേണ്ടി ജനം കാതോർക്കുന്നു, NDA പ്രവർത്തകർ കാതോർക്കുന്നു. അതിലേക്ക് ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്നൊരു വഴിത്തിരിവിലാണ്. വലിയൊരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ശക്തമായ കൊടുങ്കാറ്റ് ഇന്ന് കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലം മുതൽ തന്നെ ഈ കേരളത്തിൽ പല സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രചരണത്തിന്റെ, കേരളത്തിലെ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പ്രചരണ യോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. നേരത്തെ കോന്നിയിലും അതിനുശേഷം കന്യാകുമാരിയിലും പോയതിനു ശേഷമാണ് ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഇന്ന് കോന്നിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുന്നുവെന്നും ഡൽഹിയിൽ ഇരുന്ന് കേരളത്തെ വീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. തിങ്ങി നിറഞ്ഞ ഒരു ജനക്കൂട്ടം ഇപ്പോൾ കാര്യവട്ടത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനിരിക്കുന്നു. പത്തനംതിട്ടയിൽ വളരെ ഒരു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആത്മീയ സ്ഥലത്ത് വന്ന് സംസാരിക്കുന്നതിൽ അഭിമാനമുണ്ട് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ സർക്കാരിനെ കൂടുതൽ കടന്നാക്രമിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രസംഗം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അരുൺകുമാർ, തീർച്ചയായും ഇത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം കോന്നിയിൽ സംസാരിക്കുക, വേദി അത് വലിയ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു കുറവ് ആ വേദിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പോലും അദ്ദേഹത്തെ ആവേശ തിരയിലാഴ്ത്തിയിരുന്നു. പക്ഷേ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അങ്ങനെയല്ല. ഏതാണ്ട് 10,60,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു സ്റ്റേഡിയം, രാജ്യാന്തര മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയം ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു പരിപാടിക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ അത് അനർത്ഥമാക്കിക്കൊണ്ടുള്ള ജനപങ്കാളിത്തം ഈ വേദിയിലേക്ക് ഇരമ്പിയാർത്തിയിരിക്കുന്നു. ഇത്
മോദി അക്ഷരാർത്ഥത്തിൽ തന്നെ ഇത് അദ്ദേഹത്തെ ആവേശഭരിതമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് പ്രതിഫലിക്കും എന്നു തന്നെയാണ് തലസ്ഥാന നഗരം അനന്തപുരി പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് വലിയ രീതിയിൽ പ്രവർത്തകരോട് അവരുടെ കയ്യിലുള്ള ടോർച്ചുകൾ ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഗതം ഓതാൻ പറഞ്ഞു. അത്തരത്തിൽ വലിയ സ്വാഗതമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. അരുൺകുമാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഒന്ന്, ഭരണസിരാ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് തലസ്ഥാന നഗരം. ഈ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം കൂടുതലായി ഈ വേദിയിൽ പ്രസംഗിക്കാൻ ഇടയുണ്ട്. മാത്രമല്ല, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. സ്വാഭാവികമായി കോന്നിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വീണ്ടും ഊട്ടുറപ്പിക്കുന്ന തരത്തിൽ ഇരട്ടിയായി മുഹമ്മദ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തു. NDA leaders, कार्यकर्ताज, sisters and brothers, it is a delight to be among you. This is the blessed land of the Sri Ananta Padmanabha Swami temple. I had the opportunity of praying there about 2 years ago. This is also the land of the Attakal Bhagavati temple. I bow to Mother Attukalamma. I pay my respect to the Bellyani Devi temple and Ajimala Mahadeva temple. This is the city of social reform. Thanks to the association with Narayan Guru and Mahatma Ayankali. It is a city of learning due to the link with greats like Chattampi Swamikal. It is a city of culture. Who can forget King Swati Thirunal Ramavarma and Raja Ravi Varma? And this is a city of courage seen through the success of King Martan Varma. നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ മണ്ണ് അനുഗ്രഹീതമായിട്ടുള്ള മണ്ണാണ്. അനന്ത പത്മനാഭസ്വാമിയുടെ മണ്ണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് എനിക്കവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി. ഇത് ആറ്റുകാലമ്മയുടെ മണ്ണാണ്. ഞാൻ ആറ്റുകാലമ്മയെ വണങ്ങുന്നു. വെള്ളായണി ശ്രീ ഭദ്രകാളിയെ വണങ്ങുന്നു. ആഴിമല ശ്രീ മഹാദേവനെ വണങ്ങുന്നു. ഈ നഗരം ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും കർമ്മമണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാമൂഹ്യ നവോത്ഥാനത്തിന്റെ നഗരമാണ്. ഈ നഗരം ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം അറിവിന്റെ നഗരമാണ്. ഈ നഗരം സ്വാതി തിരുനാളിന്റെയും രാജാ രവിവർമ്മയുടെയും പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാംസ്കാരിക നഗരമാണ്. മാർത്താണ്ഡവർമ്മയുടെ ധീരോദത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്ന നഗരമാണ്. അതുകൊണ്ട്
ഇത് പരാക്രമത്തിന്റെ നഗരമാണ്. Friends, my first rally today was in the cultural city of Madurai. Then I went to the land of Lord Ayappa. Then after that, I huge rally in the coastal part of Tamil Nadu. And now, on this lovely evening, in this lively stadium, I am among you all. The capital of Kerala has a special link with BJP. Our first ever seat in the Kerala Assembly came from this part of the state. Friend, this rally in Thiruvananthapuram is my last rally during this campaign season in the south. I have traveled to Puducherry, Tamil Nadu and Kerala. There is a huge wave of support for NDA in these states and union territory. The people see our party and alliance as the best suited alliance to address the development needs of society. Our alliance understands national interests and regional aspirations. We are believers in federal structure of India. I would urge my sisters and brothers of Kerala, Tamil Nadu and Puducherry to bless NDA in the upcoming polls. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ആദ്യത്തെ സമ്മേളനം അത് സാംസ്കാരിക നഗരമായിട്ടുള്ള മധുരയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയ്യപ്പൻ്റെ മണ്ണിലേക്ക് പോയി. അതിനുശേഷം തമിഴ്നാടിൻ്റെ തീരപ്രദേശത്ത് അത്യുജ്വലമായിട്ടുള്ള മറ്റൊരു റാലിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ സുന്ദരമായിട്ടുള്ള സായാഹ്നത്തിൽ, ഈ അതിസുന്ദരമായിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ നിങ്ങളോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ ഈ തലസ്ഥാന നഗരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. കേരളത്തിൻ്റെ നിയമസഭയിൽ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗത്വം നൽകിയത് ഈ തലസ്ഥാന നഗരിയാണ്. സുഹൃത്തുക്കളെ, ഈ സമ്മേളനം ദക്ഷിണേന്ത്യയിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ അവസാനത്തെ സമ്മേളനമാണ്. പുതുച്ചേരിയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലും യാത്ര ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവസരമുണ്ടായി. ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോണ്ടിച്ചേരി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു തരംഗമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നമ്മുടെ സഖ്യത്തെയും ഈ പാർട്ടിയെയും ഈ നാടിൻ്റെ വികസന ആവശ്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്ന മുന്നണിയും പാർട്ടിയുമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ഈ പാർട്ടി ജനങ്ങൾ കാണുന്നത് പ്രാദേശികമായിട്ടുള്ള അഭിലാഷങ്ങളും ദേശീയമായിട്ടുള്ള താല്പര്യങ്ങളും ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വേദിയിൽ നിന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ജനങ്ങളോട്, സഹോദരന്മാരോട്
വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കൂ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ അനുഗ്രഹിക്കൂ. Friends, in Kerala, the people of the state are convinced on two things. First, UDF and LDF are twins. They are twins of misgovernance, corruption, political violence, communalism, casteism, cronyism, nepotism, and more. The political picture in West Bengal is clear to everyone. Election after election, Congress and left are getting closer. The logical step after such closeness is a full merger of Congress and left. They can call the new party CCP, Comrade Congress Party. Second, because they are twins, UDF lacks the ability and willingness to defeat LDF. No wonder there is a surge of support in favor of NDA. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ അവർക്ക് രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഒന്ന്, ഈ UDF-ഉം LDF-ഉം അവര് ഇരട്ട സഹോദരന്മാരാണ്. അവര് ദുർഭരണത്തിൽ ഇരട്ട സഹോദരന്മാരാണ്, അഴിമതിയിൽ ഇരട്ട സഹോദരന്മാരാണ്, രാഷ്ട്രീയ ഹിംസയിൽ, രാഷ്ട്രീയ അക്രമങ്ങളിൽ ഇരട്ട സഹോദരന്മാരാണ്, വർഗീയതയിൽ ഇരട്ട സഹോദരന്മാരാണ്, ജാതീയതയിലും സ്വജന പക്ഷപാതത്തിലും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കുകയാണ്. നേതൃത്വം നൽകുന്നത് സ്ത്രീകളുടെ പിന്തുണയാണ്, കന്നി വോട്ടർമാരുടെ പിന്തുണയാണ്, പ്രൊഫഷണലുകളുടെ പിന്തുണയാണ്. അവരെല്ലാവരും പറയുന്നത്, അവരോരോരുത്തരും പറയുന്നത്, ഞങ്ങളെപ്പോലെയുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കണ്ടുകൊണ്ട് അവർ പറയുന്നു. ഇടതുപക്ഷവും UDF-ഉം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും ആവേശം പകരുന്ന ഒരു നേതൃത്വമല്ല നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്ഥിതി നോക്കൂ. നമ്മുടെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന്റെ ചുമതല ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ചുമതലയാണ്. പക്ഷേ ശബരിമലയിൽ അയ്യപ്പ വിശ്വാസികളെ ലാത്തി കൊണ്ട് നേരിടുന്നതിന് നേതൃത്വം നൽകിയ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്ന് ഈ മന്ത്രിയായിരുന്നു. മാത്രമല്ല, ബാക്കിയുള്ള MLA-മാരുടെ സ്ഥിതി എന്താ? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച MLA-മാർ, സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിച്ച MLA-മാർ, പൊതുമുതൽ നശിപ്പിക്കുന്ന MLA-മാർ. ഇതാണ് LDF-ന്റെയും UDF-ന്റെയും MLA-മാരുടെ ചെയ്തികൾ. സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ അവർ അസംതൃപ്തരാകുന്നതിൽ അത്ഭുതമില്ല. അവര് രാഷ്ട്രീയത്തോട് തന്നെ പരിപൂർണമായും വിട പറയുന്നതിൽ അത്ഭുതമില്ല. Friends, let me give you a small example of how the opposition treats professionals and how the NDA does. Congress is such a shameless party that they will sacrifice any hard-working person on the altar of factional politics.
Many years ago, in the battle between the I faction and A faction, the career of a patriotic scientist, Nambi Narayan, was destroyed. That is why, even though they do try, not many professionals relate with UDF. In NDA, see the place of pride Metroman Sridharan has got. Today, he is emerging പ്രധാനമന്ത്രി as an നരേന്ദ്രമോദി കാര്യവട്ടം inspiration ഗ്രീൻഫീൽഡ് for സ്റ്റേഡിയത്തിൽ so many professionals. പ്രസംഗിക്കുകയാണ്. മുന്നോട്ടേക്കുള്ള വഴി, ആ വഴി മുന്നോട്ടേക്കുള്ള വഴി, ആ വഴി അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാർ വികസനത്തിന്റെ പുതിയ മാതൃകകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുന്ന സഹായം പോലും വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. വിവിധ സർക്കാർ വികസനത്തിന്റെ പുതിയ മാതൃകകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ നൽകുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുന്ന സഹായം പോലും വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ, ആരോഗ്യ മേഖലയിലെ സ്ഥിതി, പശ്ചാത്തല വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അതുമാത്രമല്ല ദുരന്ത നിവാരണത്തിന്റെ മേഖലയിൽ, അങ്ങനെ നിരവധി മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ കേന്ദ്രം നൽകുന്ന സഹായം, ആ സഹായം വേണ്ട തരത്തിൽ വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Friends, Thiruvananthapuram is a fast growing urban center. In fact, entire Kerala's urban population is rapidly rising. For the work hours, LDF and UDF, this is a challenge. But we see this as an opportunity. Rapid urbanization means there is a necessity for rapid urban transformation, which we are doing. To start with, we have addressed the challenge of poor housing facilities through PM Awas Yojana. This initiative has ensured sanction of 1.11 crore affordable houses in urban areas across India. These houses which are being built are in line with local requirements. Through the Jal Jeevan Mission, we are working to ensure a NDA government. സുഹൃത്തുക്കളെ, തിരുവനന്തപുരം അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരപ്രദേശമാണ്. വാസ്തവത്തിൽ കേരളത്തിലെ നഗര ജനസംഖ്യ, ആ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പണിയും എടുക്കാൻ താല്പര്യമില്ലാത്ത UDFും LDFും ഇതവർക്ക് അവരുടെ മുന്നിൽ ഒരു കീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ഈ വെല്ലുവിളി ഒരവസരമായിട്ട് കാണുകയാണ്. വാസ്തവത്തിൽ അതിവേഗമുള്ള നഗരവൽക്കരണം, ആ നഗരവൽക്കരണം ആവശ്യപ്പെടുന്നത് നഗരമേഖലകളിൽ പുതിയ സൗകര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പരിവർത്തനം, ആ പരിവർത്തനമാണ് ആവശ്യപ്പെടുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, നഗരങ്ങളിലെ താരതമ്യേന മോശമായിട്ടുള്ള താമസ സൗകര്യങ്ങളുടെ വ്യവസ്ഥ, ആ താമസ സൗകര്യങ്ങളില്ലായ്മ, അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട്
1,11,00,000 വീടുകൾ ഈ രാജ്യത്തെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ പണിതിരിക്കുകയാണ്. ഇത് പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം എല്ലാ വീടുകളിലും കുടിവെള്ളം, ആ കുടിവെള്ളം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. വളരെ വിഷമമുണ്ട് പറയാൻ, കേരള സർക്കാരിൻ്റെ സമീപനം ഈ കാര്യങ്ങളോട് അനുകൂലമായിട്ടുള്ള ഒരു സമീപനമല്ല കേന്ദ്ര സർക്കാർ കേരള സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. Friends, let me share a fact with you. When our government was formed in 2014, only 5 cities had metro services. Today, 18 cities have metro rail service. In a decade before 2014, only 225 kilometers of metro line was operational. More than 450 kilometers of metro network has been commissioned in the last 6 years. A rapidly urbanizing state like Kerala needs NDA delivery-centric approach, not delay-centric approach of UDF and LDF. സുഹൃത്തുക്കളെ, മറ്റൊരു വസ്തുത കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സർക്കാർ 2014 രൂപീകരിച്ചപ്പോൾ രാജ്യത്ത് കേവലം 5 നഗരങ്ങളിൽ മാത്രമേ മെട്രോ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാജ്യത്തെ 18 നഗരങ്ങളിൽ ഇന്ന് മെട്രോ സർവീസുകളുണ്ട്. 2014 മുമ്പുള്ള 10 വർഷക്കാലം, ഒരു ദശാബ്ദക്കാലം, ആ ദശാബ്ദക്കാലം കൊണ്ട് പണിതത് കേവലം 225 കിലോമീറ്റർ മെട്രോ ലൈനാണ്. പക്ഷേ കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ അതിൻ്റെ ഇരട്ടി 450 കിലോമീറ്റർ മെട്രോസ് നെറ്റ്വർക്ക്, മെട്രോ റെയിൽ നമ്മൾ പണിതിരിക്കുന്നു. കേരളം പോലെയുള്ള അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ആവശ്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമാക്കുന്ന ഒരു സമീപനമാണ്. അതല്ലാതെ UDFിൻ്റെയും LDFിൻ്റെയും വികസനത്തിന് കാലവിളംബമുണ്ടാക്കുന്ന ഒരു സമീപനമല്ല. Friends, I'm aware that cyclones and floods have caused much damage and destruction across Kerala. Our government creating a strong disaster management system. This system would be powered by technology, latest innovations, and involving local communities. We cannot prevent the next natural disaster, but we can surely be well prepared all the time. സുഹൃത്തുക്കളെ, വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുമൊക്കെ കേരളത്തിലുടനീളം ഏറെ ദുരന്തം വിതച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം, ആ ദുരന്ത നിവാരണ സംവിധാനം ശക്തമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം അത് ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിരിക്കും. ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ അധിഷ്ഠിതം, അതോടൊപ്പം പ്രാദേശിക
ജനസമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടു കൂടിയായിരിക്കണം. നമുക്ക് അടുത്ത പ്രകൃതി ദുരന്തത്തെ തടയാനാവില്ല. പക്ഷേ നമുക്കതിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും എന്നേക്കുമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും. Friends, the NDA government is making a serious effort to increase the usage of technology among people. Our GEM Trinity of Jan-Dhan, Aadhaar and mobile had led to large savings. The center is working on ensuring high-speed internet and fast public Wi-Fi in both urban as well as rural centers. These steps will boost ease of doing business and ease of living. Our initiatives like the Startup India program, Mudra loans and more are helping the youth in Tier 2 and Tier 3 cities. I would also like to assure our fishermen that the NDA government will always safeguard their interest. Our PM Matsya Sampada Yojana is a comprehensive scheme to modernize the sector. സുഹൃത്തുക്കളെ, ദേശീയ ജനാധിപത്യ സഖ്യം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അത് ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജൻധൻ, ആധാർ, മൊബൈൽ ഇത് മൂന്നും ചേർന്നിട്ടുള്ള ജാം അത് വലിയ തോതിൽ നമുക്ക് സമ്പാദ്യം, നമ്മുടെ ജനങ്ങളുടെ സമ്പാദ്യം, ആ സമ്പാദ്യശീലം വളർത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിവര സാങ്കേതിക വിദ്യയിൽ ഇന്റർനെറ്റ് കണക്ഷൻ, വേഗതയാർന്ന ഇന്റർനെറ്റ് കണക്ഷൻ അത് ഉറപ്പുവരുത്താൻ, അതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ വേഗതയാർന്ന വൈഫൈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ ജീവിക്കാനുള്ള ക്ലേശങ്ങൾ ഇല്ലാതാക്കും. ഈ സംവിധാനങ്ങൾ വ്യാപാര വ്യവസായ മേഖലകളിൽ ആ മേഖലകളിൽ കൂടുതൽ ഉത്തേജനം നൽകും. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടി, മുദ്ര വായ്പ, ഇതൊക്കെ ധാരാളം യുവാക്കൾക്ക് നമ്മുടെ മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല മറ്റ് ചെറുകിട നഗരങ്ങളിൽ ഉൾപ്പെടെ ധാരാളം യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ മത്സ്യബന്ധന മേഖലയിലുള്ള സഹോദരന്മാർക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയുടെ താല്പര്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാരാണ് NDA സർക്കാർ. ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ മേഖലയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട്. Friends, our focus is also health and education. In the last 7 years, numbers of IITs, IIMs have increased. We want to encourage medical and technical education in local languages. This will help the youth. സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും ഈ രണ്ട് മേഖലകളിലും കൂടുതൽ ഊന്നൽ നൽകാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ നിരവധി IITകൾ, നിരവധി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പ്രാദേശിക ഭാഷകൾ, ആ ഭാഷകളിലുള്ള വിദ്യാഭ്യാസം, അതിനു വേണ്ടിയിട്ട് ചെറുപ്പക്കാർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ആ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലുള്ള വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം നൽകാൻ
അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുകയാണ്. Friends, you gave UDF and LDF many years. They only let you down. In a year, independent India turns 75. The next 25 years will be crucial for us. Bless the NDA so that we can work hard and create the Kerala you dreamt of. Thank you for coming and joining this rally. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏറെ വർഷങ്ങളായിട്ട് UDF-നും LDF-നും അവസരങ്ങൾ നൽകി. പക്ഷേ അവർ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അടുത്ത വർഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 75 വർഷം പൂർത്തിയാക്കുകയാണ്. അടുത്ത 25 വർഷങ്ങൾ നിർണായകമായിട്ടുള്ളൊരു കാലമാണ്. കേരളം, നിങ്ങൾ കണ്ട സ്വപ്നം കണ്ട കേരളം, ആ കേരളം സൃഷ്ടിക്കാനായിട്ട്, അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്താൻ, അതിനു വേണ്ടിയിട്ട് NDA അനുഗ്രഹിക്കൂ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. Thank you very much. Namaskaram.